തിരച്ചി തിരണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മീനിന്റെ ലിവറിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇതുപോലെയുള്ള വലിയ സ്റ്റിംഗ് റേ ഫിഷിന്റെ ലിവറൊക്കെ ഒരുപാട് പേര് കഴിക്കുന്നുമുണ്ട്. അതാ ദിവസം വള്ളക്കാരിൽ നിന്ന് വാങ്ങുന്ന മീനും ചൂണ്ടയ്ക്ക് പിടിക്കുന്ന നല്ല ഫ്രഷ് മീനും നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് എവിടെ തന്നെയാണെങ്കിലും ലൈലോ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രഷ് മീനുകൾ ഓർഡർ ചെയ്യാം. ജീവനുള്ള ലോബ്സ്റ്ററും ബോയിൽ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുള്ള ചിപ്പിയും പോരാത്തതിന് ഷാർക്ക് പോലെയുള്ള മത്സ്യങ്ങൾ വരെ ഇവിടെ കിട്ടുന്നുണ്ട്. അതും നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്താണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത്. ഞാൻ മുന്നേ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈസി ടു യൂസ് ആണെന്നും നല്ല ഫ്രഷ് മീനാണെന്നൊക്കെ ഒരുപാട് ഫീഡ്ബാക്സ് എനിക്ക് വന്നു. കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം ട്രിവാൻഡ്രത്തെ പല സ്ഥലങ്ങളിലും ലൈലോ സർവീസസ് കൂട്ടിയിട്ടുണ്ട്. ലൈലോയുടെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഏത് സ്ഥലങ്ങളിൽ വേണമെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ലൈലോയുടെ ക്ലീനിങ്ങും പാക്കിംഗ് പ്രോസസ്സും ഒക്കെ കാണിച്ചു തരാം. കുടിവെള്ളത്തിൽ ക്ലീൻ ചെയ്ത മീനിനെ നല്ലോണം പാക്ക് ചെയ്ത് വാക്വം സീലാണ് ചെയ്യുന്നത്. സ്മെല്ലും കാണില്ല, ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. മീൻ ഉടയാതെ കിട്ടും. ഈ വെയിറ്റിനുള്ള ക്യാഷ് മാത്രമാണ് ലൈലോ ഈടാക്കുന്നത്. 24/7 കസ്റ്റമർ സർവീസും ഉണ്ട്. ഡെലിവറിക്കായിട്ട് നിങ്ങളുടെ ഫോണിൽ ലൈലോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും. അതാ ദിവസത്തെ മീനിന്റെ റേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്റെ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 100 പേർക്ക് നല്ല ഡിസ്കൗണ്ടും ഉണ്ടാവും. ഒരു മണിക്കൂറിനകത്ത് നല്ല ഫ്രഷ് മീൻ നമ്മുടെ വീട്ടിലെത്തും. മീൻ ഉടഞ്ഞിട്ടില്ല, അതിന്റെ ഫ്രഷ്നസ് കണ്ടോ. കേരച്ചൂരയും ലോബ്സ്റ്ററും ഒക്കെ ഞാൻ വാങ്ങിയായിരുന്നു. ഇതിനെ ബോയിൽ ചെയ്താൽ ഷെല്ലൊക്കെ നല്ലോണം ഇളക്കാൻ പറ്റും. ഇതിന്റെ ഫ്ലഷിൽ ബട്ടറും സോൾട്ടും ലൈമും ഒക്കെ ചേർത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരെണ്ണം ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു നാടൻ സ്റ്റൈലിൽ പാചകം ചെയ്യാൻ തീരുമാനിച്ചു. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ. ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ലോബ്സ്റ്റർ മീറ്റ് ഇട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കുക്ക് ചെയ്തങ്ങ് എടുക്കുക. അത്ര തന്നെ. ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് കാൽഷ്യം ഒരുപാടുള്ള കക്കിറച്ചി അധികം ആരും മേടിക്കാത്തത്. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു കവറിൽ കക്കിറച്ചി ഇങ്ങനെ വിതറിയിടുക. ചപ്പാത്തി ഉണ്ടാക്കുന്ന റോളർ ഉപയോഗിച്ച് ഇതുപോലെ 2-3 തവണ റോൾ ചെയ്താൽ മതി. ഇതിന്റെ ഉള്ളിലുള്ള വേസ്റ്റ് എല്ലാം ഇപ്പോൾ തന്നെ പുറത്തു വന്നോളും. നല്ലൊരു ടിപ്പാണ്. എളുപ്പത്തിൽ നമുക്ക് കക്കിറച്ചി ക്ലീൻ ചെയ്യാം. അരിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഇതുപോലെ ഹോളുള്ള പാത്രമാണ് ഇനി വേണ്ടത്. ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്ത് അതിന്റെ മേലെ ഈ പാത്രം പ്ലേസ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കഴുകുക. 3-4 വെള്ളത്തിൽ ഇതേ രീതി റിപ്പീറ്റ് ചെയ്യണം. ഒരുവിധമുള്ള വേസ്റ്റ് എല്ലാം ഈ രീതിയിൽ മാറിക്കിട്ടും. ഈ രീതി പലർക്കും അറിയാം, എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. കക്കയിറച്ചി തോരൻ ഉണ്ടാക്കാം. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് എണ്ണയിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂപ്പിക്കുക. തേങ്ങയിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. നല്ലോണം മൂത്ത് വരുമ്പോൾ കുക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കക്കയിറച്ചി ചേർക്കാം. നമ്മൾ വാങ്ങുന്ന കക്കയിറച്ചിയിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. അതുകൊണ്ട് തോരനിൽ ഉപ്പ് ചേർക്കുന്നത് ശ്രദ്ധിച്ചു വേണം. 10 മിനിറ്റ് മതി കക്കയിറച്ചി കൊണ്ടുള്ള ഒരു തോരൻ റെഡിയാക്കാൻ. കക്കയിറച്ചി ഉപയോഗിച്ച് ഫ്രൈയും റോസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നവരും ഉണ്ട്. മുറിച്ചവിച്ച കപ്പയുടെ കൂടെ കക്കയിറച്ചി നല്ലൊരു കോമ്പിനേഷനാണ്. തോരനായതുകൊണ്ട് നല്ല ചൂട് ചോറുണ്ടെങ്കിൽ ഇതുപോലെ കക്കയിറച്ചി മിക്സ് ചെയ്ത് ഒരു ഉരുളയാക്കി കഴിച്ചാലും നല്ലൊരു ഫീലാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നമ്മുടെ ലോബ്സ്റ്റർ ഞാൻ മറന്നിട്ടില്ല. ഇതും ചുമ്മാ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. എങ്കിലും ചോറിൽ നല്ല എരിവും പുളിയുള്ള രസം ഒഴിച്ച് കുറച്ച് ലോബ്സ്റ്ററും കക്കയിറച്ചിയും ചേർത്ത് ഇങ്ങനെ മിക്സാക്കി കഴിക്കണം. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കിടിലം. അപ്പോൾ ലൈലോ ആപ്പ് വഴി മീനുകൾ ഓർഡർ ചെയ്തോളൂ. നല്ല ഫ്രഷ് മീനുകൾ വീട്ടിലെത്തും.